എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇനി നമ്മൾ ഹനുമാൻ ചാലീസയുടെ വരികളുടെ അർത്ഥം പറയാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഗുരുക്കന്മാരെ വന്ദിക്കുക എന്നുള്ളൊരു രീതി നമ്മുടെ സനാതനധർമ്മത്തിലുണ്ട്. അപ്പോൾ അതുപോലെ ഇവിടെ തുളസിദാസ് ജി ഹനുമാൻ ചാലീസ എഴുതുന്നതിന് മുമ്പ് തുളസിദാസ് ജി സ്വന്തം ഗുരുവിനെ ഇവിടെ വന്ദിക്കുകയാണ്. അതെങ്ങനെയാണ്? അപ്പോൾ ഹനുമാൻ ചാലീസയുടെ 40 ലൈൻ, അതിന് മുമ്പായിട്ട് 2 ലൈനുണ്ട്. അത് ഈ ഗുരുവിനെ വന്ദിക്കുന്ന ലൈനാണ്, സ്തോത്രങ്ങളാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ശ്രീ ഗുരു ചരണ സരോജ് രജ് നിജ് മന മുകുർ സുധാരി ബർണൗ രഘുവർ ബിമൽ ജസു ജോദായക് ഫലചാരി. ഇങ്ങനെയാണ് ആ ലൈൻ. അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് വരുന്നത്? ശ്രീ ഗുരു ചരൺ. ശ്രീ എന്ന് വെച്ചാൽ നമ്മൾ ആരെയും ഒരു ബഹുമാനത്തോടെ പറഞ്ഞാണല്ലോ ശ്രീ. അപ്പോൾ ഇവിടെയും ഗുരുവിനെ ആദ്യമായിട്ട് പറയാണ്, സംബോധിക്കുകയാണ് ശ്രീ. അപ്പോൾ ശ്രീ ഗുരു ചരൺ. ഗുരു എന്ന് വെച്ചാൽ ഗുരു തന്നെ. ചരൺ, ചരൺ എന്ന് വെച്ചാൽ പാദങ്ങൾ. എങ്ങനത്തെ പാദങ്ങളാണ് ഗുരുവിൻ്റെ? സരോജ്. സരോജ് എന്ന് വെച്ചാൽ താമര. അപ്പോൾ ഗുരുവിൻ്റെ പാദങ്ങൾ, നമ്മൾ എപ്പോഴും നല്ല കാര്യങ്ങൾക്ക് താമരേനെ ഉപമിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം താമര പൂവ് ഉണ്ടാവുന്നത് ഒരു ചെളിക്കുണ്ടിലാണ്, പക്ഷെ അതൊന്നും താമരേനെ ബാധിക്കുന്നില്ല. ആ ചെളിക്കുണ്ടിൽ കിടന്നാലും താമരയിലെ സുഗന്ധവും അതിൻ്റെ ഭംഗിയും അതിൻ്റെ കളറും എല്ലാം അത് ഇതായിട്ട് നിർത്തി നല്ല ഇതിൽ തരും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് എല്ലാം നല്ല അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നല്ല ഇത് പറയുമ്പോൾ നമ്മൾ താമരനെ ഉപമിക്കും. അപ്പോൾ ഇവിടെയും തുളസിദാസ് ജി അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ ചരണം എന്ന് വെച്ചാൽ കാൽപാദങ്ങളെ താമര പോലെയുള്ള പാദങ്ങളിലാണ് പറയുന്നത്. അപ്പോൾ ആ താമര പോലെയുള്ള പാദങ്ങളുടെ രജ് എന്ന് വെച്ചാൽ പൊടി. അപ്പോൾ ഫസ്റ്റ് ലൈൻ എങ്ങനെയാണ്? ശ്രീ ഗുരു ചരണ സരോജ് രജ്. അപ്പോൾ ഗുരുവിൻ്റെ പാദങ്ങൾ, എങ്ങനത്തെ പാദങ്ങൾ? താമര പോലത്തെ പാദങ്ങളുടെ അടിയിലത്തെ പൊടി, രജ് എന്ന് വെച്ചാൽ പൊടി. നിജു മനു മുക്കുർ സുധാരി. നിജു എന്ന് വെച്ചാൽ എൻ്റെ, മനു എന്ന് വെച്ചാൽ മനസ്സ്, മുക്കുരു എന്ന് വെച്ചാൽ കണ്ണാടി, സുധാരി എന്ന് വെച്ചാൽ ഞാൻ വൃത്തിയാക്കി. അപ്പോൾ ആ കമ്മൽ പിന്നെ നമ്മുടെ താമര പോലെ ഉള്ള ഗുരുവിൻ്റെ പാദങ്ങളുടെ അടിയിലത്തെ ആ പൊടി എടുത്തുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിൻ്റെ കണ്ണാടീനെ ഞാൻ വൃത്തിയാക്കുകയാണ്, ശുദ്ധീകരിക്കുകയാണ് എന്നാണ് ഇവിടെ തുളസിദാസ് ആദ്യത്തെ 2 ലൈനിൽ പറയുന്നത്. അത് കഴിഞ്ഞാൽ പറഞ്ഞെന്താണ്? ബർണൗ രഘുവർ ബിമൽ ജസു. വർണ്ണം എന്ന് വെച്ചാൽ വർണ്ണിക്കുക, വർണ്ണം ചെയ്യുക. ആരാണ് ഇവിടെ വർണ്ണിക്കുന്നത്? രഘുവർ എന്ന് വെച്ചാൽ ആരാണ്? ശ്രീരാമൻ. അപ്പോൾ ശ്രീരാമൻ എങ്ങനത്തെ ആളാണ്? ബിമൽ എന്ന് വെച്ചാൽ നല്ല നിർമ്മലമായിട്ടുള്ള മനസ്സുള്ള ആളാണ് ശ്രീരാമൻ. അങ്ങനത്തെയുള്ള ശ്രീരാമൻ്റെ യശസ് ഞാനിവിടെ പറയുകയാണ്. എന്താണ് യശസ്? ആ ശ്രീരാമൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ജോ ദായക് ഫലചാരി. ജോ എന്ന് വെച്ചാൽ ശ്രീരാമൻ, ദായക് എന്ന് വെച്ചാൽ തരുന്നു. എന്താണ് തരുന്നത്? ഫലചാരി എന്ന് വെച്ചാൽ ഫലങ്ങൾ തരുന്ന. അങ്ങനത്തെ 4 ഫലങ്ങളാണ് തരുന്നത്. 4 ഫലങ്ങൾ തരുന്ന നമ്മുടെ നിർമ്മലമായ ശ്രീരാമസ്വാമിയെ ഞാൻ വന്ദിക്കുന്നു. അപ്പോൾ ഈ 4 ഫലങ്ങളിൽ വെച്ചാൽ എന്തൊക്കെയാണോ ഇവിടുത്തെ? അത് എന്ന് വെച്ചാൽ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അപ്പോൾ ഒരാൾ ധർമ്മത്തിൽ നിന്നുകൊണ്ട് ആളുടെ ജീവൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ നല്ല രീതിയിൽ പോകും, അതിനുള്ള എല്ലാ ആശീർവാദവും തരുന്ന ആണ് ആര്? ശ്രീരാമൻ. അപ്പോൾ ഇതേ 4 കാര്യങ്ങൾ നമ്മുടെ ശ്രീനാരായണ ഗുരു ഒറ്റ വാക്യത്തിൽ പറയുന്നുണ്ട്. അതെങ്ങനെ പറയുന്നത് വെച്ചാൽ, ധർമ്മത്തിൽ നിന്നുകൊണ്ട് ഏതൊരാളും അവനവൻ്റെ സുഖത്തിന് വേണ്ടി ചെയ്യുന്നത് അവരന് അതൊരു ബുദ്ധിമുട്ടായി മാറരുത്. അപ്പോൾ അങ്ങനത്തെ ധർമ്മത്തിൽ എപ്പോഴും നമ്മൾ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഇവിടെയും തുളസിദാസ് ജിയും ഒരു ധർമ്മിഷ്ഠനായ ഒരു മനുഷ്യനാണ്. അതുകൊണ്ടാണല്ലോ തുളസിദാസിൻ്റെ വായിൽ നിന്ന് വീണ ഒരു ശബ്ദം പ്രപഞ്ചം അതിനെ
ശരിയാക്കി കൊടുക്കുകയാണ്. അവിടെ ആ സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു കിടക്കുകയാണ്. പക്ഷെ ഇവിടെ തുളസിദാസ് ജി ആ പെണ്ണിന് ആശീർവാദം കൊടുക്കുകയാണ്. എന്തെന്ന് പറഞ്ഞിട്ട്, നിൻ്റെ എന്നും സൗഭാഗ്യവതി ആവട്ടെ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെ അല്ല സംഭവിച്ചത്. കാരണം അവിടെ ഭർത്താവ് മരിച്ചു കിടക്കുകയായിരുന്നു. അപ്പോൾ ഈ വായന്ന് വീണ ആ ശബ്ദത്തിന് തെറ്റാവാൻ പാടില്ലല്ലോ. അപ്പം അതുകൊണ്ട് അവിടെ ചെന്ന് ശ്രീരാമനെ ഭജിച്ച് നിന്നപ്പോൾ പ്രപഞ്ചം അദ്ദേഹത്തിന് അനുഗ്രഹിച്ചു. കാരണം ആ അത്രയും ധർമ്മിഷ്ഠനായി നിൽക്കുന്ന ഒരാളുടെ വായന്ന് എന്താണ് വരുന്നത് അത് പ്രപഞ്ചം സത്യമാക്കി കൊടുക്കുന്നു. അത്രയും ധർമ്മത്തിൽ ജീവിച്ചാൽ. അപ്പം ഇതാണ് ഹനുമാൻ ചാലീസയുടെ തുടക്കത്തെ 2 വരികൾ. എന്നുവെച്ചാൽ ഗുരുവിനെ വന്ദിക്കുന്ന, അതേപോലെ തന്നെ ശ്രീരാമസ്വാമീനെ തൊഴുന്ന, ശ്രീരാമസ്വാമീനെ വർണ്ണിക്കുന്ന 2 വരികൾ. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇനിയാണ് നമ്മൾ ഹനുമാൻ ചാലീസ എന്ന് പറഞ്ഞ 40 വരികളിലേക്ക് കടക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഹനുമാൻ ചാലീസ തുടങ്ങും.